മാതാ ആദിപരാശക്തിയുടെ 100 കണ്ണുകളുള്ള ഒരു ദേവിയുടെ രൂപത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു കാലഘട്ടത്തിൽ 100 വർഷം നീണ്ടുനിന്ന ഒരു ഭയങ്കര ക്ഷാമം ഭൂമിയെ ഗ്രസിച്ചു. നദികൾ വറ്റി, ഭൂമി വരണ്ടുണങ്ങി, ഒരൊറ്റ ധാന്യം പോലും അവശേഷിച്ചിരുന്നില്ല. അപ്പോഴാണ് മാതാവിന്റെ ദിവ്യരൂപം ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്. ദേവി സ്വന്തം ശരീരത്തിൽ നിന്ന് പഴങ്ങൾ, ധാന്യങ്ങൾ, സസ്യങ്ങൾ എന്നിവ സൃഷ്ടിച്ച് എല്ലാ ജീവജാലങ്ങളെയും നിലനിർത്തി. 100 കണ്ണുകളോടുകൂടി ദേവി കാരുണ്യം കൊണ്ട് കണ്ണുനീർ പൊഴിച്ചപ്പോൾ വലിയ നദികളായി ഭൂമിയിൽ പതിച്ചു. തുടർന്ന് വീണ്ടും ഭൂമി പച്ചപ്പണിഞ്ഞു, ജീവൻ തിരിച്ചു വന്നു. പുരാണങ്ങൾ അനുസരിച്ച് ദുർഗാമാസുരൻ എന്ന ശക്തനും അഹങ്കാരിയുമായ ഒരു അസുരൻ തപസ് ചെയ്ത് ബ്രഹ്മാവിൽ നിന്ന് വേദങ്ങളെല്ലാം കൈക്കലാക്കി. വേദങ്ങൾ നഷ്ടപ്പെട്ടതോടെ ഭൂമിയിലെ ധർമ്മം നശിച്ചു, യാഗങ്ങളും പൂജകളും നിലച്ചു. ഇതു കാരണം കനത്ത വരൾച്ചയും ക്ഷാമവും ലോകത്ത് വ്യാപിച്ചു. ദേവന്മാർ ദുർഗമാസുരന്റെ ആക്രമണത്തിൽ ഭയന്ന് ശിവാലിക് മരനിരകളിലേക്ക് പലായനം ചെയ്തു. അവിടെ വെച്ച് അവർ ദുഃഖത്തോടെ സർവ്വശക്തിയായ ആദിപരാശക്തി മാതാവിനോട് പ്രാർത്ഥിച്ചു. തന്റെ മക്കളുടെയും ലോകത്തിന്റെയും ദുരിതം കണ്ടപ്പോൾ ജഗത് മാതാവ് ഒരു അസാധാരണ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഈ രൂപമായിരുന്നു മാതാ ശാകംഭരിയുടെ ശതാക്ഷി രൂപം. അങ്ങനെ മാതാ ശതാക്ഷി 100 കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ പൊഴിച്ച് ഭൂമിയെ രക്ഷിച്ചു. ശേഷം മാതാ ശാകംഭരി ഭീകരമായ രൂപം ധരിച്ച് ദുർഗാമാസുരനുമായി യുദ്ധം ചെയ്തു. ഒടുവിൽ ആ ദേവി അഹങ്കാരിയായ അസുരനെ വധിക്കുകയും വേദങ്ങൾ വീണ്ടെടുത്ത് ലോകത്ത് ധർമ്മം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. മഹാഭാരതത്തിലും മാതാ ശാകംഭരിയെ കുറിച്ച് പറയുന്നുണ്ട്. ശിവാലിക് മരനിരകളിൽ ദേവി 100 വർഷം കഠിനമായ തപസ് അനുഷ്ഠിച്ചു. ഈ കാലയളവിൽ മാസത്തിൽ ഒരിക്കൽ മാത്രമേ മാതാവ് സസ്യാഹാരം കഴിച്ചിരുന്നുള്ളൂ. തപസിനിടയിൽ മാതാവിനെ കാണാൻ വന്ന സന്യാസിമാർക്ക് ദേവി പച്ചക്കറികൾ നൽകി ആതിഥ്യം അരുളി. സസ്യാഹാരം മാത്രം സ്വീകരിച്ചതിനാലും നൽകിയതിനാലും ദേവിക്ക് ശാകംഭരി എന്ന പേര് ലഭിച്ചെന്ന് പറയപ്പെടുന്നു. ദുർഗാ സപ്തശതിയിലെ വർണ്ണന അനുസരിച്ച് മാതാ ശാകംഭരി നീല നിറമാർന്നവളാണ്. താമരയിതൾ പോലുള്ള കണ്ണുകളോടുകൂടി പ്രസന്നവതയായി താമരപ്പൂവിൽ അതിവിദൂരമായി വാഴുന്നു. ഒരു കൈയിൽ തേനീച്ചകൾ മൂളിപ്പറക്കുന്ന താമരയും മറുകൈയിൽ അമ്പും വില്ലും ധരിച്ചിരിക്കുന്നു. മാതാ ശാകംഭരി പോഷണത്തിന്റെയും സൃഷ്ടിയുടെയും സംരക്ഷണത്തിന്റെയും ദേവിയാണ്. ഇന്ന് മാതാ ശാകംഭരിയുടെ ക്ഷേത്രത്തിൽ ദേവിയുടെ 4 പ്രധാന രൂപങ്ങളാണ് ഒരുമിച്ച് ആരാധിക്കപ്പെടുന്നത്. ശാകംഭരി ദേവി, ഭീമാദേവി, ബ്രാഹ്മണി ദേവി, ശതാക്ഷി ദേവി. ഇങ്ങനെ ദുരിതകാലത്ത് സസ്യങ്ങൾ നൽകി ലോകത്തെ രക്ഷിച്ച 100 കണ്ണുകളോടെ കാരുണ്യം ചൊരിഞ്ഞ ദുഷ്ടശക്തികളെ നിഗ്രഹിച്ച് ധർമ്മം സ്ഥാപിച്ച ജഗദീശ്വരിയാണ് മാതാ ശാകംഭരി. ഉത്തർപ്രദേശിലെ സഹാരൻപൂരിലുള്ള ശിവാലിക് മരനിരകളുടെ താഴ്വരയിലാണ് ഈ ദിവ്യ സങ്കേതം മാതാ ശാകംഭരി ശക്തിപീഠം സ്ഥിതി ചെയ്യുന്നത്. കാമാഖ്യ, രാജരപ്പ, താരാപീഠ്, വിദ്യാചൽ എന്നിവയെ പോലെ ശാകംഭരിയും ഒരു പ്രധാന സിദ്ധിപീഠമായി കണക്കാക്കപ്പെടുന്നു. ഇവിടുത്തെ പ്രതിഷ്ഠ സ്വയംഭൂവാണ്. ഇത്തരം അപൂർവ വിഗ്രഹങ്ങൾ ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. കേദാർ ഖണ്ഡത്തിൽ ഈ പ്രദേശം ശാകംഭരി ക്ഷേത്രം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ മഹത്വം അനന്തമാണെന്ന് വർണ്ണിക്കുന്നു. നിരവധി പുരാണങ്ങളിൽ ഇത് സിദ്ധിപീഠം, ശക്തിപീഠം, സതീപീഠം എന്നിവയായി പരാമർശിക്കപ്പെടുന്നു. സതീ മാതാവിന്റെ വലതു മുഖം ഇവിടെ പതിച്ചതിലാണ് ഇത് പ്രധാന ശക്തിപീഠങ്ങളിൽ ഒന്നായി മാറിയതെന്നും പറയപ്പെടുന്നു. മാതാ ശാകംഭരി ദേവിയുടെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ജയ് മാ ശാകംഭരി ദേവി.